ഈ മാസം 11 മുതൽ മനോരമ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്ന യന്ത്രം അങ്ങനെ ഓഫാക്കി. ED സമൻസ് എന്ന തലക്കെട്ടോടുകൂടി ഈ മാസം 11-നാണ് മനോരമ മുൻ പേജിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്ത നൽകിയത്. ED സമൻസ് എന്ന് പറഞ്ഞാൽ മുഴുവൻ സമൻസ് ഇല്ല, നോട്ടീസിന്റെ അറ്റവും മൂലയും മാത്രമേ ഉള്ളൂ. ഇത് കണ്ട വായനക്കാർ വിചാരിക്കണം ഇതാണ് ED സമൻസ് എന്നും ഇതൊക്കെ അവരുടെ കയ്യിലുണ്ട് എന്നും. പക്ഷേ മനോരമയ്ക്ക് തന്നെ ഇത് നാട്ടുകാർക്ക് വിശ്വാസം വരുമോ എന്നൊരു സംശയമുണ്ട്. പ്രത്യേകിച്ച് 2023 വന്ന നോട്ടീസ് ഇപ്പോൾ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനല്ലേ കരുതാനാകൂ. അതുകൊണ്ട് തന്നെ അതെടുത്ത വഴി എന്ന് പറഞ്ഞ് സൈറ്റിന്റെ സ്ക്രീൻഷോട്ട് കൊടുത്തു. ഇത്രയും വായനക്കാരെ വിശ്വസിപ്പിക്കാൻ നോക്കുന്നത് എന്തിനാണ്? ആ ഒറിജിനൽ സമൻസ് അങ്ങ് കൊടുത്താൽ പോരെ എന്ന് നമുക്ക് ചോദിക്കാം. പക്ഷെ കഥയിൽ ചോദ്യമില്ലല്ലോ. പിന്നീട് ED സമൻസ് ലൈഫ് മിഷനിലാണെന്നും അല്ല ലാവ്ലിനാണെന്നും ഉള്ള മനോരമയുടെ തന്നെ പല റിപ്പോർട്ടുകളും കണ്ടു. ഓരോ സമയത്ത് ഓരോന്ന് പറയുന്ന ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തനത്തെ എന്താണ് വിളിക്കേണ്ടത്? മനോരമയുടെ ഓരോ ദിവസത്തെയും മുൻ പേജുകൾ നമുക്ക് നോക്കാം. 2-ാം ദിവസം 12 ഒക്ടോബറിന് ദുരൂഹമെന്നായി. ലക്ഷ്യമിട്ടത് സമഗ്ര പരിശോധന. 3 സമൻസിൽ ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ വരെ EDക്ക് പറ്റുമെന്ന് മനോരമ പ്രിന്റ് അടിച്ചു വെച്ചിട്ടുണ്ട്. 13 ആയപ്പോൾ മനോരമ പൊട്ടിച്ച ബോംബ് മനോരമ പോലും മുൻ പേജിൽ മിണ്ടുന്നില്ല. 14-ന് മനോരമ ആദ്യം പറഞ്ഞത് തിരുത്തുന്നു. ലൈഫല്ല ലാവ്ലിൻ എന്ന നിലയിലേക്ക് എത്തിച്ചേരുന്നു. 15-ന് ഇതുമായി ബന്ധമില്ലാത്ത പിച്ചും പെയ്യുമൊക്കെ എഴുതി പിടിപ്പിച്ച് 16-നാകട്ടെ മുൻ പേജിലോ പിൻ പേജിലോ ഇതുമായി ബന്ധപ്പെട്ട യാതൊന്നും തന്നെ ഇല്ലാതായി. അങ്ങനെ മലയാള മനോരമയുടെ ആ ബിഗ് ബ്രേക്കിങ്ങിന് പരിസമാപ്തിയായി. ഇങ്ങനെയാണ് ഇവർ ഓരോന്ന് പടച്ചുണ്ടാക്കുന്നതെന്ന് വ്യക്തമായല്ലോ.